എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു മുൻപ് സ്പൈസി ആയിട്ടുള്ള 2 തരം ഡയമണ്ട് കട്ട്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ബീറ്റ്റൂട്ട് കൊണ്ടുള്ളതും ഒന്ന് സാധാരണ ഡയമണ്ട് കട്ട്സും. ഇന്നിവിടെ ചെയ്യുന്നത് മധുരമുള്ള ഡയമണ്ട് കട്ട്സ് ആണ്. ഡയമണ്ട് കട്ട്സിൽ ഷുഗർ കോട്ട് ചെയ്യുന്നത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ഇവിടെ 2 കപ്പ് മൈദയാണ് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നെയ്യോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. ഇതുപോലെ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ടറും ഉപ്പും ചേർത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ അത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ചേർത്തിരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കൈകൊണ്ട് നന്നായിട്ട് ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റായിട്ട് അങ്ങ് കുഴയ്ക്കണമെന്നില്ല. കുറച്ചൊരു ഹാർഡായിട്ടാണ് ഇവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എള്ള് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഡയമണ്ട് കട്ട്സ് കഴിക്കുന്ന സമയത്ത് ആ എള്ള് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എള്ള് ചേർത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി അങ്ങോട്ട് ഒരുപാടങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. പരത്തുന്ന സമയത്ത് എള്ളെല്ലാ ഭാഗത്തുമായിട്ട് കിട്ടിക്കോളും. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ബോളുകളായിട്ട് മാറ്റാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ബോളുകളേക്കാൾ കുറച്ചും കൂടെ വലിയ ബോളുകളാണ് ഇത്. 6 ബോളായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെയൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇട്ടതിന് ശേഷമാണിത് പരത്തിയെടുക്കുന്നത്. ഏകദേശം ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെയാണ് പരത്തിയെടുക്കുന്നത്. കുറച്ചും കൂടി ഒരു കനം കൂടുതലായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു ബോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടി കൂടുതലായിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് കട്ട്സ് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. പരത്തിയതിന് ശേഷം ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇവിടെ എണ്ണ ചൂടായത് കുറച്ച് കൂടിപ്പോയി. അതാണ് ചിലതിനൊക്കെ ഒരു കളർ വ്യത്യാസം. അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ അത് ശരിയായിക്കോളും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൽ ഷുഗർ കോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇതിൽ 1/2 കപ്പിലും കുറച്ചും കൂടെ താഴെയായിട്ടുള്ള അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു 100 മില്ലി അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി അളവിലും കുറച്ചും കൂടെ കുറവ് വെള്ളമാണ്. വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ഇനി അലിയിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പഞ്ചസാരയും വെള്ളവും എല്ലാം ചേർത്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാവുള്ളൂ. പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തൊട്ട് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വരുന്നവരെ വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഡയമണ്ട് കട്ട്സ് ഒക്കെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലാണ് ഞാനിവിടെ ഈ പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത്. ചെറിയ പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സാണ്. ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ ഡയമണ്ട് കട്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത്
ഓൾ എന്ന ഓപ്ഷനും ആക്റ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.